എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം മിൽക്ക് ബ്രെഡ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ബ്രെഡാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ ബ്രെഡ് തയ്യാറാക്കുന്നത് മൈദയിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് ഇളം ചൂട് പാലാണ്, നല്ല ചൂട് പാടില്ല, ഇളം ചൂടൊക്കെ. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കൊന്ന് അടച്ച് വെക്കാം. ഇനി ഒന്ന് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തുറന്നാൽ മതി. അങ്ങനെ ഇവിടെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ പാൽപ്പൊടി 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി പാലോ വെള്ളമോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് കുഴക്കുമ്പോൾ തന്നെ കൈക്കൊക്കെ പറ്റുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക കൂട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 20 മിനിറ്റോളം നമ്മൾക്കിതൊന്ന് കുഴച്ച് നല്ലൊരു പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. അങ്ങനെ ഇവിടെ ഈ കൂട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു ബൗളിലേക്ക് വെക്കാം. ഇവിടെ ഇനി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ നമ്മൾക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കൂട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറന്നത്. നമ്മുടെ കൂട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ കുറച്ച് പൊടി വിതറി കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമ്മുടെ കൂട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്യാം. ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കൂട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മടക്കിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മടക്കിയെടുക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഇങ്ങോട്ട് എടുക്കാം. ഈ ട്രേയിൽ ഞാൻ ബട്ടറൊക്കെ ഒന്ന് തേച്ച് വെച്ചതാണ്. ഇനി ഈ ബ്രെഡിൻ്റെ കൂട്ട് നമുക്ക് ഈ ട്രേയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇവിടെ ഞാൻ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്യുകയാണ്. ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾക്കിതിനെ തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഇവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കവറൊന്ന് നീക്കുകയാണ്. നമ്മളുടെ ബ്രെഡിൻ്റെ കൂട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ വളരെ കുറച്ച് പാലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ മുകൾ ഭാഗം നല്ല ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരാൻ വേണ്ടിയാണ്. പാല് തടവിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ കുക്കിംഗ് റേഞ്ച് ഓവനിലാണ് വെക്കുന്നത് ബേക്ക് ചെയ്യാൻ. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ട്രേ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ബ്രെഡ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈം 20 മിനിറ്റാണ്. ഇനി ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾക്ക് ഇതിന് മുകളിലായിട്ട് പാലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് തടയി കൊടുക്കുന്നത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ പുറം ഭാഗം അങ്ങനെ ഹാർഡായി പോകത്തില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് തണിയണം. തണിയതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ബ്രെഡ് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം. താങ്ക്